ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ടേഴ്സ് ഇത്രയും തല പുകച്ചിട്ടുണ്ടാവില്ല. തല പുകഞ്ഞ് പൊട്ടിത്തെറിക്കാറായിട്ടിരിക്കുകയാണ് അവരുടെ. കാരണം അത്ര ഒരു വിഷമവൃത്തത്തിലാണ് ഒരു ടീമിനെ തിരഞ്ഞെടുക്കാൻ. അത് ബേസിക്കലി ഇന്ത്യൻ ടീമിനൊരു ഗുണം തന്നെയാണ്. കാരണം ബെഞ്ച് സ്ട്രെങ്ത് അത്ര സ്ട്രോങ് ആവുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ ബെഞ്ച് സ്ട്രെങ്ത് സ്ട്രോങ് ആവുമെങ്കിലും ഈ സെലക്ടേഴ്സ് എത്ര വൈസായിട്ടാണ് ഈ ലാസ്റ്റ് ഫൈനൽ ടീമിനെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതും നമ്മളെല്ലാം ഉറ്റുനോക്കുകയാണ്. ഇതിന് മുമ്പുള്ള നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബ്ലണ്ടേഴ്സും ബെഞ്ച് സ്ട്രെങ്ത് സ്ട്രോങ് ആയിരിക്കെ തന്നെ പല ബ്ലണ്ടേഴ്സും ഇന്ത്യൻ സെലക്ടേഴ്സ് കാണിക്കുകയും ഇതുപോലത്തെ വലിയ ടൂർണമെൻറ്റിൽ പോയി ലാസ്റ്റ് അത് പണി പാടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് മറ്റേ 360 ഡിഗ്രി ഓൾറൗണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പാടി റായിഡുവിനെ ഒഴിവാക്കി പണ്ട് വിജയ് ശങ്കറിനൊക്കെ എടുത്ത കാര്യം ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത പാരമ്പര്യമുള്ളതാണ് ഇന്ത്യൻ സെലക്ടേഴ്സ്. അപ്പോൾ ഇതിനകത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും, ആരെയൊക്കെ ഒഴിവാക്കും എന്നുള്ളതാണ് എല്ലാവരും വിട്ടു നോക്കുന്നത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു 3 സീരീസിന് മുമ്പ് ഈ ഒരു T20 ടീം ആയിരുന്നില്ല ആക്ച്വലി ഇന്ത്യയുടെ, വേറെ തന്നെ ടീമായിരുന്നു. അറിയാലോ, വേൾഡ് കപ്പ് കളിച്ച വേറൊരു ടീമായിരുന്നു. ഓപ്പണിംഗ് വരുന്നത് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, പിന്നെ അതിനകത്ത് ടീമിൽ തന്നെ രവീന്ദ്ര ജഡേജ ഉണ്ടായിരുന്നു, ഋഷഭ് പന്ത് ഉണ്ടായിരുന്നു, പിന്നെ ബെഞ്ചിലാണെങ്കിൽ ജയ്സ്വാൾ, ഗില്ല് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ആ ഒരു ടൈം അങ്ങ് മാറി. കഴിഞ്ഞ 2-3 സീരീസായിട്ട് പുതിയ പയ്യന്മാരെയാണ് വിട്ടുകൊടുക്കുന്നത്. വിട്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി റിട്ടയർഡ് ചെയ്തു, ബാക്കി ജയ്സ്വാളിനാണെങ്കിലും ഗില്ലിനൊക്കെ ഒന്ന് വിശ്രമമൊക്കെ കൊടുത്താണ് വേറെ സീരീസൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അതിന് പകരം വിട്ടതാണ് ഈ പയ്യന്മാർ. പക്ഷേ ഇവരങ്ങ് കത്തിക്കേറി എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയാണോ കാഴ്ചവെച്ചത്. അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട്, ആ വെടിക്കെട്ടിലൂടെ അദ്ദേഹം ഇപ്പോൾ നമ്പർ 1 T20 ബാറ്ററായി മാറി. സഞ്ജു സാംസൺ അവസരം കിട്ടിയ അവസരം എല്ലാം മുതലാക്കി അദ്ദേഹം 3 സെഞ്ചുറികൾ അടിച്ചു. തിലക് വർമ്മയ്ക്ക് അവസരം കിട്ടി, സെഞ്ചുറികൾ അടിച്ചു കൂട്ടി, അടുപ്പിച്ച് 2 സെഞ്ചുറിയൊക്കെ അടിച്ചു. കിട്ടിയ അവസരം ഇതിൽ കൂടുതൽ മുതലാക്കാനായിട്ട് ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലെത്തി. അപ്പോൾ ഇത് കണ്ടില്ല എന്ന് നടിച്ച് ഇവരെയൊക്കെ പൊടുന്നനെ മാറ്റി പുതിയൊരു ടീമിനെ ഒരു കാരണവശാലും ഇന്ത്യൻ സെലക്ടേഴ്സ് പ്രഖ്യാപിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ജയ്സ്വാൾ അടക്കമുള്ള അറ്റാക്കിംഗ് ക്രിക്കറ്റേഴ്സ്, ശുഭ്മാൻ ഗിൽ അടക്കമുള്ള അടുത്ത ക്യാപ്റ്റൻ, എല്ലാ ഫോർമാറ്റിലും ക്യാപ്റ്റൻ എന്ന് ചിന്തിക്കുന്ന ആളെ ഒക്കെ ഒഴിവാക്കാനും സെലക്ടേഴ്സിന് പറ്റുമോ? അതാ ഞാൻ പറഞ്ഞത്, സെലക്ടേഴ്സ് എല്ലാം തല പുകഞ്ഞ് അഗാർക്കറിനൊക്കെ ഭ്രാന്തായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്തായാലും നമുക്ക് നമ്മുടെ ഒരു ചിന്ത പങ്കുവെക്കാം. നിങ്ങളുടെയും ചിന്ത കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാവുന്നതാണ്. എങ്ങനെയായിരിക്കാം കഴിഞ്ഞ ഒരു 3 സീരീസിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ, അതോ വലിയ അട്ടിമറിയിലൂടെ ഈ പയ്യന്മാരെല്ലാം ഒഴിവാക്കി പഴയ ആൾക്കാർ തന്നെ വരുമോ എന്നൊക്കെ ഉള്ളതാണ് നമ്മളൊന്ന് ആലോചിക്കുന്നത്. നമുക്കൊന്ന് നമ്മുടെ 11-നെയും 15 അംഗ ടീമിനെ തന്നെ ഒന്ന് പ്രഖ്യാപിക്കാം. ഓപ്പണിങ്ങിൽ എനിക്ക് തോന്നുന്നത് ചെറിയ മാറ്റം ഉണ്ടാവും. കഴിഞ്ഞ സീരീസ് വരെ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയായിരുന്നു അറ്റാക്കിംഗ് ഓപ്പണേഴ്സ് തന്നെയാണ്. 2 പേരും 2 സൈഡിൽ നിന്ന് അടിയാണ്, അതാണ് പ്രത്യേകത. അങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ലോ, 2 സൈഡിൽ നിന്ന് അടി. അതായത് ഓസ്ട്രേലിയയുടെ കണ്ടില്ല, ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷും 2 അടിയാണ്. അതേപോലത്തെ ഒരു ഓപ്പണിംഗ് പ്ലെയർ ആയിരുന്നു. പക്ഷേ അവിടെ ചെറിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ശുഭ്മാൻ ഗില്ലിനെ ഇവർ ഒഴിവാക്കാനുള്ള സാധ്യതയില്ല. ശുഭ്മാൻ ഗില്ലിനെ സ്ക്വാഡിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമായിരിക്കും ഓപ്പണിംഗ് ഇറങ്ങുക. സഞ്ജു സാംസൺ താഴോട്ട് ഇറങ്ങി കളിക്കേണ്ടി വരും. നമുക്ക് പൊസിഷൻ നമുക്ക് നോക്കാം. 1 ഡൗൺ ആയിട്ട് ഇറങ്ങുക തിലക് വർമ്മ തന്നെയായിരിക്കും. ആക്ച്വലി സൂര്യകുമാർ യാദവിൻ്റെ പൊസിഷനായിരുന്നു കഴിഞ്ഞ സീരീസിൽ. തിലക് വർമ്മ നമ്മോട് ആവശ്യപ്പെട്ടതാണ്, ക്യാപ്റ്റൻ എനിക്കൊരു അവസരം തരുമോ 1 ഡൗൺ ആയിട്ട് ഇറങ്ങാൻ. അവസരം കൊടുത്തു, 2 സെഞ്ചുറി അടുപ്പിച്ചടിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് 1 ഡൗൺ ആയിട്ട് തിലക് വർമ്മ തന്നെ വരും. 4ാമത് സൂര്യകുമാർ യാദവ്. ചോദ്യം ചെയ്യാൻ ഒന്നുമില്ല. അദ്ദേഹത്തിന് ആകെ ഉണ്ടായത് ഫിറ്റ്നസ് പ്രശ്നമായിരുന്നു. ഫിറ്റ്നസ് ഒക്കെ അദ്ദേഹം തെളിയിച്ചു. ക്യാപ്റ്റനായിട്ട് നയിക്കാനുള്ള അനുമതിയും കിട്ടിയിട്ടുണ്ട്. സോ നോ പ്രോബ്ലം. ഇനി 5ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സഞ്ജു സാംസൺ അവിടെയായിരിക്കും ഇറങ്ങുക. അതായത് ഉറപ്പ് നൽകിയിരിക്കുകയാണ്, സഞ്ജുവാണ് ഫസ്റ്റ് ചോയ്സ് കീപ്പർ. ഇനി ഇതിനകത്ത് അട്ടിമറി ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ 5ാം സ്ഥാനം സഞ്ജു സാംസൺ. ഓക്കെ, സഞ്ജു സാംസൺ 5ാം പൊസിഷനും കളിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. 6ാം സ്ഥാനത്തേക്ക് വരുന്നത് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും. അത് നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റും ഇല്ല. ബെസ്റ്റ് പ്ലെയറാണ് T20യിൽ, നമ്പർ 1 ഓൾറൗണ്ടറുമാണ് T20യിൽ. 7ാം സ്ഥാനത്ത് അക്സർ പട്ടേൽ. അദ്ദേഹം ഒരു ബെസ്റ്റ് ഓൾറൗണ്ടറാണ്. രവീന്ദ്ര ജഡേജയുടെ കറക്റ്റ് റീപ്ലേസ്മെൻറ്റ്. ബാറ്റിങ്ങിലാണെങ്കിൽ രവീന്ദ്ര ജഡേജയേക്കാൾ കുറച്ചും കൂടി ടെമ്പർമെൻ്റ് ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം അടുത്തുള്ള സെറ്റപ്പിൽ പറയാൻ പറ്റില്ല, ടെസ്റ്റ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റില്ല. അല്ലാതെ ODIയിലും T20യിലൊക്കെ T20 ഫൈനലിൽ തന്നെ അക്സർ പട്ടേലിൻ്റെ ഇന്നിങ്സ് നമ്മൾ ആരും മറന്നു വരുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇന്നിങ്സ് ആയിരുന്നു. 8ാമത് വരുന്നത് വരുൺ ചക്രവർത്തി ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്ഥാനവും ഈ പറഞ്ഞ 2-3 സീരീസിലൂടെ ഏകദേശം ഉറപ്പിച്ചാണ്. അമ്മാരി സ്പിന്നിങ് ആണ്, മിസ്റ്ററി സ്പിന്നറാണ്. ബാറ്റ്സ്മാൻ ഇതുവരെ പിടികിട്ടിയില്ല ഇയാൾ എങ്ങനെ ബോൾ ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അവിടെ സ്ട്രോങ് ആണ്. 9ാമത് നമുക്കൊരു സ്പിന്നർ തന്നെ ഉണ്ടാവും വിചാരിക്കാം, കുൽദീപ് യാദവ്. അദ്ദേഹം ഒരു മിസ്റ്ററി സ്പിന്നർ തന്നെയാണ്. ഇവർ 2 പേരും ഉണ്ടെങ്കിൽ ഒരു തകർക്കുണ്ടോ? എനിക്ക് തോന്നുന്നു UAE പിച്ചുകളൊക്കെ അത്യാവശ്യം സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇവർക്ക് ഒരു തകർക്കാം. അപ്പം 2 സ്പിന്നറായിട്ട് വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവുമായി. പിന്നെ 2 ഫാസ്റ്റ് ബോളേഴ്സാണുള്ളത്. അതിൽ ജസ്പ്രീത് ബുംറയുടെ കാര്യം എപ്പോഴും സസ്പെൻസ് ആണല്ലോ, ആസ് യൂഷ്വൽ സസ്പെൻസ് പോലെ ഇതിന് സസ്പെൻസ് തന്നെയാണ്. അദ്ദേഹം കളിക്കാം, ഇതിനകത്ത് ഞാൻ ജസ്റ്റ് കളിക്കാൻ വരാം എന്ന് പറഞ്ഞാൽ എടുക്കും. അങ്ങനെയാണെങ്കിൽ ജസ്പ്രീത് ബുംറ. തീർച്ചയായും അടുത്ത ഒരു പേസ് ബോളർ 11 ഉണ്ടാവുന്നത് അർഷദീപ് സിംഗ് തന്നെയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ നിലവിൽ T20യിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബോളർ തന്നെ പറയാൻ പറ്റുന്ന ആൾ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഒരു ടീമിനെ ഒന്ന് ഡിസൈൻ ചെയ്തത്. ഒന്നുകൂടി ഞാൻ പറയാം: ശുഭ്മാൻ ഗില്ല്, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, യാദവ്, സഞ്ജു സാംസൺ, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ,
വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, ഹർഷദീപ് സിംഗ്. ഇനി ബെഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായും വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ഒന്നെങ്കിൽ ധ്രുവ് ജുറേൽ അല്ലെങ്കിൽ ജിതേഷ് ശർമ്മ. ജിതേഷ് ശർമ്മ ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാനാണ്, കഴിഞ്ഞ സീരീസിലേക്ക് അവസരം കിട്ടിയാണ്. അപ്പോൾ ഇവരാരെങ്കിലും ഒരാളെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ബോളേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് സിറാജ് ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം വർക്ക് ലോഡ് പ്രശ്നമില്ലാത്ത ഒരാളാണ്. T20 അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, എങ്കിലും ടെസ്റ്റ് ടീമിലെ ആ ഒരു ആത്മവിശ്വാസം വെച്ചിട്ടായിരിക്കും അദ്ദേഹം വരുന്നുണ്ടാവുക. 11ൽ ഇപ്പം ബുംറ ഇല്ലെങ്കിൽ തീർച്ചയായും റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് സിറാജ് തന്നെയായിരിക്കാം. ഇനി പ്രസീദ് കൃഷ്ണനെയും എടുക്കുമോ എന്ന് നമ്മൾ കണ്ടറിയണം. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായം പറയത്തില്ല. പിന്നെ ഓൾറൗണ്ടേഴ്സിൽ ശിവൻ ദുബേനെയും എടുക്കാനുള്ള സാധ്യത ഉണ്ട് ഒരു ബാക്കപ്പായിട്ട്. ഇങ്ങനെയായിരിക്കും ഒരു 15-അംഗ ടീമിനെ ഇന്ത്യ പ്രഖ്യാപിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുൻ കളിക്കാർ പലരും പല രീതിയിലാണ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജയ്സ്വാളിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സഞ്ജു സാംസനെ മാറ്റിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ആക്ച്വലി ജയ്സ്വാളിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദുഃഖമുണ്ട്. IPL മിന്നും പ്രകടനത്തിലൂടെയാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത്. 2020 ഇന്ത്യൻ ടീമിന് വേണ്ടി അദ്ദേഹം സെഞ്ചുറി അടിച്ചു, മിന്നും സ്റ്റാർട്ടിങ് കൊടുത്താണ്. ഈ പറയുന്ന ഒരു വിശ്രമം കൊടുത്തതോടുകൂടിയാണ് അദ്ദേഹം ഈ സീനിൽ നിന്ന് ഔട്ടായി പോയത്. ചെറിയ പയ്യനുമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിനൊക്കെ കാര്യമായി ബാധിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇതെങ്ങനെ ഡീല് ചെയ്യും? ഇതെല്ലാവരും കുത്തി നിറച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കഷ്ടമാണ്. ജയ്സ്വാളിനെ ഒഴിവാക്കി ഇന്ത്യൻ T20 ടീം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു കഷ്ടം തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യൂടെ, അല്ലേ?